ശക്തിയാണോ പാകിസ്ഥാനി ജില്ലയിൽ? അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവര് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടോ ഉറക്കം നടിക്കുന്നത് കൊണ്ടോ ഈ വിഷയത്തിൽ നിന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കോ ഈ പറയുന്ന DGPക്കോ ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കേരളത്തിൽ ജനം അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അവിടെ പങ്കെടുത്തവരൊക്കെ ജനാധിപത്യ മതേതര വിശ്വാസികളാണ്. അവിടെ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളെ വർഗീയവാദികളും ഫാസിസ്റ്റുകളുമൊക്കെ ആക്കുന്ന ഈ നിലപാട്, ആ നിലപാടാണ് CPM നേതൃത്വം ഈ വിഷയത്തെ കാണുന്നതെങ്കിൽ അത് വലിയ പ്രതിസന്ധി, വലിയ നഷ്ടം CPM-ന് ഉണ്ടാകും എന്നാണ് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അല്ല, അദ്ദേഹത്തെ ഇറക്കി പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സഖാവ് പാലോളിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയില്ല, കേരള ജനതയ്ക്ക് അറിയാം. സംശുദ്ധ ജീവിതത്തിൻ്റെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അത് രാഷ്ട്രീയമായാലും പൊതുജീവിതമായാലും പാർട്ടിയിൽ നിന്ന് പ്രായാധിക്യത്താൽ മാറി നിന്ന് വിശ്രമജീവിതം നയിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും പരമപരിശുദ്ധനായ ഒരു സംശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് സഖാവ് പാലോളിക്കുള്ളത്. അദ്ദേഹത്തെ കൊണ്ടത് പറയിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അത് എൻ്റെ അടുത്തൊരു പാളിച്ച ഉണ്ടായിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങളൊന്ന് വിവരിക്കേണ്ടതുണ്ടായിരുന്നു. ഈ തിരക്കിനിടയിൽ ഈ ഇപ്പോഴത്തെ പെട്ടെന്നുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണത്. അതിൽ അദ്ദേഹത്തെ പോയി കാണാനോ ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാനോ എനിക്ക് സാധിച്ചിട്ടില്ല. അത് ഞാൻ അദ്ദേഹത്തെ പോയി കാണും. ഞാൻ അദ്ദേഹത്തോട് എനിക്കുണ്ടായ അനുഭവങ്ങളും ഈ വിഷയത്തിൻ്റെ സത്യസന്ധതയും ഇടപെട്ട കാര്യത്തിൻ്റെ ലക്ഷ്യങ്ങളും അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തും. അന്ന് അദ്ദേഹത്തിന് ഈ തെറ്റിദ്ധാരണ മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റുമായിരുന്നു. അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പത്ര സമ്മേളനം നടത്തി, ഞാനത് കേട്ടില്ല. നിങ്ങളാ പറയുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം ബോധ്യപ്പെട്ടാൽ അദ്ദേഹം നിലപാടെടുക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. ആ സത്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്നത് അത് എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. സഖാവ് പാലോളി സഖാവ് പിണറായിയോട് ഈ വിഷയം സംസാരിക്കും, അല്ലെങ്കിൽ സംസാരിച്ചതിൽ ഒരു മാറ്റം വരും എന്ന പ്രതീക്ഷയൊന്നും എന്നെ സംബന്ധിച്ചിട്ടില്ല. കാരണം ആര് പറഞ്ഞാലും മാറാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷത്തിലല്ല അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാഹചര്യം അതാണ്. അതുകൊണ്ട് പാലോളി സഖാവ് പറഞ്ഞാലും അദ്ദേഹത്തിന് മാറാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിണറായി വിജയൻ ഹിന്ദുവിന് നൽകിയ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം, അതായത് സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രം ദേശവിരുദ്ധ പ്രവർത്തനം മലപ്പുറമാണ്, അത് മാറുന്ന CPM സമീപനത്തിന്റെ ഒരു തുടക്കമായിട്ട് കാണുന്നു. അതെ, മാറുന്ന CPM സമീപനത്തിന്റെ തുടക്കമായിട്ട് എന്ന് അതിനെ അങ്ങനെ അടിവരട്ട് പറയാൻ കഴിയും. അത് മാറുന്ന പിണറായിയുടെ എന്താ പറയുക രീതിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ സഖാവ് പിണറായിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വയം തീരുമാനത്തിൻ്റെയും മലപ്പുറം ജില്ല ഈ ക്രിമിനലുകളുടെ ഒരു നാടാണ് എന്ന് എത്തിക്കുക, അതിന് ഈ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പരിപൂർണ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുക, ഇവിടെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ പറയുന്ന ഒരു വണ്ടിയിൽ 3 പോകുമ്പോൾ 3 പേരുടെ FIR ഇടുക, ഒരു ലോഡ് മണൽ കൊണ്ടുപോയാൽ ആ മണൽ തൊഴിലാളികളുടെ കുടുംബത്തിൻ്റെ അടക്കം പേരിൽ കേസിടുക, അങ്ങനെ പ്രതികളുടെ എണ്ണവും FIR-ന്റെ എണ്ണവും വർദ്ധിപ്പിക്കുന്ന ആ രീതി ഈ സുജിത്ദാസിൻ്റെ കാലഘട്ടമാണ് തുടങ്ങുന്നത്. അതിന് നടപടി CPM നേതൃത്വം, ജില്ലാ നേതൃത്വം എടുത്തില്ല എന്ന് മാത്രമല്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇനി രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഒരു ചോദ്യം വരും, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത ജില്ല ഏതാണെന്നൊരു ചോദ്യം വരും. ആ ചോദ്യം വരുമ്പം സ്വാഭാവികമായിട്ടുള്ള മലപ്പുറം ജില്ല. അപ്പോൾ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്താ ഇത്രമാത്രം ക്രിമിനൽ കേസുകൾ ഉണ്ടാകാൻ കാരണം? അവിടെ 90% അല്ലെങ്കിൽ 85% മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളൊക്കെ ക്രിമിനലുകളാണ്. അടിസ്ഥാനപരമായി ഇവരുടെ സ്വഭാവം ക്രിമിനലിസമാണ് എന്ന് പറയാം. ആ ഒരു രാഷ്ട്രീയത്തിന്
അരിപ്പറ്റി നിന്ന് കൊടുക്കുക, അതിന് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സത്യത്തിൽ മലപ്പുറം ജില്ലയിലെ CPM നേതൃത്വം എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒക്കെ പരിണിത ഫലം. അതോടൊപ്പം ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാനും സുഖിപ്പിക്കാനും അവർക്കൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും പോലീസ് എന്ത് തമ്മാടിത്തം ചെയ്താലും അതിലൊരു അംശം പറ്റുക എന്നതിലപ്പുറം ഒരു ജനാധിപത്യ ഒരു എന്താ പറയുക നീതിയോ ഇവിടെ ജില്ലയിൽ നടന്നിട്ടില്ല എന്നതിൻ്റെ വസ്തുതകളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ല, ഈ ഒരു ലേഖനത്തിനെതിരെ ഒരു കാലത്ത് കേട്ടില്ല, ഈ ഹിന്ദുവിലെ ലേഖനത്തിലെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഒരു കാലത്ത് CPM-നൊപ്പം പല പ്രതിസന്ധികളിൽ നിന്ന് മുസ്ലിം ജമാഅത്താവട്ടെ അങ്ങനെ മുസ്ലിം മതങ്ങളും ഒക്കെ രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഒരു കാലത്ത് CPM-നെയും പിണറായിയും അനുകൂലിച്ചവരൊക്കെ ഇപ്പം മറുവശത്തേക്ക് മാറുന്നു. അത് CPM അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നയം സ്വീകരിക്കുന്നതാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല, ഇപ്പോൾ CPM വലിയൊരു തെറ്റിദ്ധാരണയിലാണ്. നേതൃത്വത്തിൻ്റെ വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേതൃത്വം വിലയിരുത്തി വന്നിരിക്കുന്നത് അമിതമായ മുസ്ലിം പ്രീണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയമുണ്ടായി എന്ന ഒരു കണ്ടെത്തലിലാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വന്നിട്ടുള്ളത്. അത് തീർത്തും തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു ചർച്ച ഈ സംസ്ഥാനത്ത് നടന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഇവിടെ യഥാർത്ഥ വിഷയം യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിനെ ഈ രീതിയിൽ പരാജയപ്പെടുത്തിയത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പോലീസിങ് തന്നെയാണ്. പോലീസിങ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വണ്ടിയില്ലാത്തവരാരാ, വാഹനമില്ലാത്തവർ, ബൈക്കെങ്കിലും ഇല്ലാത്ത കേരളത്തിൽ എത്ര ശതമാനം ഉണ്ടാവും? 10% ഉണ്ടാവും. അപ്പോൾ ആ 90% ബാധിച്ച വിഷയം എന്താണ്? അനാവശ്യമായി വണ്ടി തടഞ്ഞു നിർത്തുക, അനാവശ്യമായ ഈ പറയുന്ന ഫൈനുകൾ ഇടുക. എന്തിനേറെ പറയുന്നു, ഈ ക്യാമറ സിസ്റ്റം വന്നപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത് പോകുന്ന വണ്ടി അത് പാർക്കിങ്ങിൻ്റെ ഒരു പൊസിഷനിലാണെങ്കിൽ പോലും ക്യാമറ ചരിച്ച് പിടിച്ച് ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, ഫൈൻ അടപ്പിക്കുക. റിയർ മിറർ ഒരു സൈഡിലില്ല, നിർത്തിയിട്ട വണ്ടിയാണ്, അവിടെ വരിക, ഫോട്ടോ എടുക്കുക. ഈ പറയുന്ന രീതിയിൽ നിരന്തരമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഗവൺമെൻറ്റിനെതിരാക്കിയതിൻ്റെ മർമ്മപ്രധാനമായ കാരണം ഈ പോലീസാണ്. ഈ ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ലോ ആൻഡ് ഓർഡറാണ്. അത് പാർട്ടി പഠിക്കാൻ തയ്യാറില്ല. പാർട്ടി അതിലേക്ക് പോകുന്നില്ല. പാർട്ടിക്ക് അത് കേൾക്കും വേണ്ട. സഖാക്കൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചാലും അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ ഒരു വ്യക്തി ചാനലിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് കേട്ടു, ഞങ്ങൾ പ്രത്യേക നീതി സഖാക്കൾക്കൊന്നും കൊടുക്കില്ല. CPM-ൻ്റെ ഒരു നേതാവാണ് ചാനലിൽ വരുന്നത്, പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ സ്വാഭാവിക നീതി എല്ലാവർക്കും കൊടുക്കുന്ന പാർട്ടിയാണ് CPM. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരന് പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് MLA പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കണമില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരന് പ്രത്യേക പരിഗണന കൊടുക്കണം എന്നല്ല പറഞ്ഞത്.